നമസ്കാരം. ജോർജ് തെനുമ്പാറ ഇൻസ്പിറേഷൻ ത്രിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മനോഹരമായ ദിനത്തിൽ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് മാതൃഭാഷാ ദിനം മാത്രമല്ല, മദർ ആൻഡ് ചൈൽഡ്സ് ഡേ കൂടിയാണല്ലോ. ഈ അവസരത്തിൽ എൻ്റെ മനസ്സിലേക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളുമായി ഈ അവസരം വിനിയോഗിക്കുന്നത്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഭാഷ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? മനുഷ്യൻ മൂകനും ഭ്രാന്തനുമായി പോയനല്ലേ? അതുകൊണ്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം ലോകത്ത് ഉണ്ടോ എന്ന സംശയമാണ് എനിക്കുള്ളത്. ഇന്ന് ഭാഷയെക്കുറിച്ച് സ്വാമി ഗുരുശ്രീയുടെ ലഘുപ്രസംഗം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് മഹാകവി വള്ളത്തോൾ എഴുതിയ പദ്യശകലമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കവിവാക്യം: മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്തിന് പെറ്റമ്മ തൻ ഭാഷ തൻ. വാസ്തവമല്ലേ? എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും കൂടിയാണ് എന്നെ അക്ഷരങ്ങൾ പഠിപ്പിച്ചത്. പരേതരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമായി ഉച്ചരിക്കുന്ന ഭാഷയാണല്ലോ ഈ മാതൃഭാഷ എന്ന് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ ഏറ്റവും ഉത്തമമായ ബോധനമാർഗം ഏതാണ്? മാതൃഭാഷ തന്നെയാണ്. എന്നാൽ ഇന്ന് നിർഭാഗ്യകരെന്ന് പറയട്ടെ, അമ്മ, അച്ഛൻ എന്ന് വിളിക്കുന്നത് പോലും മോശമായിട്ടാണ് പലരും കാണുന്നത്, അല്ലേ? മമ്മി, ഡാഡി എന്നിങ്ങനെ വിളിച്ചാൽ മാത്രമേ പല രക്ഷാകർത്താക്കൾക്കും സംതൃപ്തിയാവുകയുള്ളൂ. ശരിയല്ലേ? ചില സ്കൂളിലാണെങ്കിൽ മലയാളം പഠിപ്പിക്കുന്നത് തന്നെ കുറ്റകരമാണെന്ന നിയമങ്ങൾ പോലുമുണ്ട്. നമുക്കറിയാം, മലയാളം സംസാരിച്ചതിൻ്റെ പേരിൽ ഒരു കുട്ടിയുടെ തല മുണ്ഡനം ചെയ്ത കാര്യം ഈ അവസരത്തിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഇംഗ്ലീഷ് പഠിക്കുന്നത് ഒരിക്കലും മോശമല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് പഠിക്കണം. എത്ര ഭാഷ പഠിക്കാവുന്നോ അത്രയും നല്ലതാണ്. അത് ഭാഷാപരമായ ബുദ്ധിയാണ്. പക്ഷേ മാതൃഭാഷയെ അവഗണിച്ചുകൊണ്ടാകരുത്. ഒരു ഭാഷ പഠിക്കുമ്പോൾ നാം അറിയാതെ തന്നെ ഒരു സംസ്കാരത്തെയാണ് ഉൾക്കൊള്ളുന്നത്. ഇതൊരു സത്യമാണ്. ഇത് തിരിച്ചും സംഭവിക്കാം കേട്ടോ. ഒരു സംസ്കാരത്തോടുള്ള അഭിനിവേശം ഒരു ഭാഷയോടുള്ള ആരാധനയായി മാറാം. അതുകൊണ്ടാണ് മാതൃഭാഷയെ അവഗണിക്കരുതേ എന്ന് പറയുന്നത്. രണ്ടാമതായി, ഇന്ന് മദർ ആൻഡ് ചൈൽഡ്സ് ഡേ കൂടിയാണല്ലോ. അമ്മയും കുഞ്ഞുമില്ലാത്ത ഒരു ലോകം നമുക്ക് ചിന്തിക്കാനാവില്ല. അതുകൊണ്ട് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബോധനം മാതൃഭാഷയിലായിരിക്കണം എന്നൊരഭിപ്രായമേ എനിക്കുള്ളൂ. മാതൃഭാഷ മാധ്യമം കുഞ്ഞിൻ്റെ വൈകാരിക സംതൃപ്തിക്ക് നിദാനമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളത്. മാതൃഭാഷയിലുള്ള പഠനം ഓരോ വ്യക്തിക്കും ഏറെ നേട്ടമുണ്ടാക്കിയാണ് ചെയ്യുന്നത്. അതിന് ഏറെ ഗുണങ്ങൾ ഉണ്ട്. നമുക്കറിയാം, ശുദ്ധമായ തെറ്റില്ലാത്ത ആശയവിനിമയം നടത്താൻ, ഭാഷാപ്രയോഗം നടത്താൻ മാതൃഭാഷ നമ്മെ സഹായിക്കും, യാതൊരു സംശയവുമില്ല. തന്നെയുമല്ല, വൈകാരിക ഹൃദ്യതയും മനോഹാരിതയും അതിലൂടെ പങ്കുവയ്ക്കുവാനും നമുക്ക് സാധിക്കുന്നു, അല്ലേ? അന്യഭാഷയാണെങ്കിൽ ചില കുഴപ്പങ്ങളുണ്ട്. ഉചിതമായ വാക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കിട്ടുമോ? ആലോചിച്ചു കൊണ്ടുവരണം. ഞാനൊരു ഭാഷ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ അറിയിക്കുകയാണ്. ഭാഷയുടെ പേര് ഉറപ്പിച്ചിട്ടില്ല. വാക്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തന്നെ അതിൻ്റേതായ ഹൃദ്യതയും ഉച്ചാരണ ശുദ്ധിയും അതിനുള്ള തടസ്സങ്ങളൊക്കെ വരാറുണ്ട്. ഉദാഹരണത്തിന് എന്നഗെ കഗെ ബൊഗെ എന്ന ഒരു ഉച്ചാരണ ശുദ്ധി, ഒരു ശൈലി ഞാൻ പ്രയോഗിക്കുന്നുണ്ട്. ആ പദപ്രയോഗം പലപ്പോഴും എനിക്ക് ദുഷ്കരമാകാറുണ്ട്. ഞാൻ ഈ ഭാഷയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാമല്ലോ, നമ്മുടെ കുട്ടികൾക്ക് 12 വയസ്സെത്തുമ്പോഴേക്കും അവരുടെ മസ്തിഷ്ക വളർച്ച ഏതാണ്ട് പൂർണ്ണ രൂപത്തിലാകും. ഇത് ശാസ്ത്രം പറയുന്ന കേട്ടോ. ഇതിനിടയിൽ അവന് ലഭിക്കുന്ന അനുഭവങ്ങൾ അവൻ്റെ മസ്തിഷ്കത്തിൽ ധാരാളം ന്യൂറോണുകളുടെ വലയങ്ങൾ സൃഷ്ടിക്കുകയാണ്. അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. നൂതന അനുഭവങ്ങൾ അങ്ങനെയാണ് അവനിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഭാഷയിലൂടെയാണ് ഈ നൂതന അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്.
സ്വതസിദ്ധമായ ഒരു ഭാഷയില്ലെങ്കിൽ ഈ വലക്കണ്ണികൾ വികസിക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അത്തരം കുട്ടികളാണ് ബുദ്ധിമാന്ദ്യമുള്ളവരായി മാറുന്നത്. അവരുടെ IQ 90-ൽ താഴെയായിരിക്കും. കുട്ടിക്കാലം മുതലേ ലഭിക്കുന്ന മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മസ്തിഷ്ക വികസനത്തെ സഹായിക്കാനാവൂ എന്ന കാര്യം നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. ഇനി മറ്റൊരു ഭാഷയായാൽ എന്താ കുഴപ്പം? മറ്റൊരു ഭാഷയിലാകുമ്പോൾ ആശയ സ്വീകരണത്തിനുള്ള വേഗം കുറയും. അത് കുട്ടികളെ മാനസിക സമ്മർദ്ദത്തിന് വഴിയൊരുക്കും. നമ്മുടെ മല്ലൂസിനൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നമാണ്. അതുകൊണ്ടല്ലേ വേണ്ടത്ര മുന്നറിവുകൾ ഇല്ലാത്ത കുട്ടികളുടെ പഠനശേഷി മന്ദീഭവിക്കുന്നത്. ജീവിതകാലം മുഴുവനും കാണാപ്പാഠം പഠിക്കുന്ന ദുരന്തത്തിലേക്ക് അവർ പോവുകയും ചെയ്യും. അതുകൊണ്ട് ബോധന മാധ്യമം മാതൃഭാഷയിൽ ആയിരിക്കണമെന്ന എൻ്റെ എളിയ അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിനോടൊപ്പം തന്നെ എൻ്റെ എളിയ ചാനൽ ജോർജ് എടമ്പാറ ഇൻസ്പിറേഷൻ ത്രിൽ എന്ന ചാനൽ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രോത്സാഹനവും സഹായം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള ആശയങ്ങൾ മറ്റുള്ളവരിൽ എത്തുകയുള്ളൂ. ആയതിനാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്ന അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.